തൃശൂർ ചാലക്കുടി മ്ലാവിറച്ചി എന്ന് പറഞ്ഞ് പോത്തിറച്ചി കഴിച്ച യുവാക്കൾ ജയിലിൽ കിടന്നത് 35 ദിവസം. ചാലക്കുടി സ്വദേശി സുജീഷും ജോബിയും വനം ഉദ്യോഗസ്ഥർ വീഴ്ച മൂലം ജയിലിൽ കിടന്നത്. വിശദമായ പരിശോധനയിലാണ് മ്ലാവിറച്ചി എന്ന് കണ്ടെത്തിയത്. 2024 സെപ്റ്റംബർ 30-നാണ് മ്ലാവിറച്ചി കഴിച്ചെന്നാരോപിച്ച് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് പിന്നീട് ജാമ്യം ഹൈക്കോടതി അനുവദിക്കുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ച് കുറ്റം സമ്മതിക്കുകയായിരുന്നു. തൃശൂരിലാണ് സംഭവം നടന്നത്. ചാലക്കുടിയിലാണ് മ്ലാവിറച്ചി എന്ന് പറഞ്ഞ് പോത്തിറച്ചി കഴിച്ച യുവാക്കളെ 35 ദിവസം ജയിലിൽ കിടത്തിയത്. ചാലക്കുടി സ്വദേശി സുജീഷും ജോബിയുമാണ് വനം ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലം ജയിലിൽ കിടന്നത്. വിശദമായ പരിശോധനയിലാണ് മ്ലാവിറച്ചി എന്ന് കണ്ടെത്തിയത്. 2024 സെപ്റ്റംബർ 30-നാണ് സംഭവത്തിനാസ്പദമായി ഇരുവരും ജയിലിലാവുന്നത്. ഇവർക്ക് പിന്നീട് ജാമ്യം ഹൈക്കോടതി അനുവദിക്കുകയായിരുന്നു. ബെയിൽ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇത് അദ്ദേഹം വീട്ടിൽ കറി വയ്ക്കാൻ മേടിച്ച ബീഫ് ഇറച്ചിയാണെന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ ഫോറസ്റ്റുകാർക്ക് എന്തോ മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണെന്ന് അവർ പ്രവർത്തിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് കേസെടുക്കുകയും അദ്ദേഹം റിമാൻഡിൽ പോവുകയും ഹൈക്കോടതി ജാമ്യം അനുവദിച്ച് അദ്ദേഹം റിലീസ് ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം ആ സമയത്ത് തന്നെ ഇവർ എന്ത് ചെയ്തിരുന്നു, ഇതിൻ്റെ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് ഇതിൻ്റെ റിപ്പോർട്ടിന് വേണ്ടി ഫോർവേഡ് ചെയ്തിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം കിട്ടിയിട്ടുള്ളത്. കിട്ടിയ സമയത്താണ് ഇത് സാമ്പാർ ഡിയർ അല്ല, നേരെ മറിച്ച് കാറ്റിലാണെന്നുള്ള കാര്യം നമ്മൾ ഈ റിപ്പോർട്ട് കൊണ്ട് കാണുന്നത്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മിഷണറിയുടെ വലിയൊരു പോരായ്മയാണ് ഈ സംഭവത്തിലൂടെ നമ്മൾ കാണുന്നത്.